ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1, +2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് മിനി വ്യവസായ പാർക്ക് 5 വർഷത്തിലേറെയായി ഉപയോഗശൂന്യമായ നിലയിലാണ്. 7 വർഷമായിട്ടും ഒരു പെട്ടിക്കട പോലും ഇവിടെ ആരംഭിച്ചിട്ടില്ല. കാളികാവ് മിനി വ്യവസായ പാർക്ക് പുതിയ ഭരണസമിതി പ്രാവർത്തികമാക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ അരിമണലിൽ കോടികൾ മുടക്കി നിർമ്മിച്ച വ്യവസായ പാർക്ക് ഇനിയും യാഥാർത്ഥ്യമായില്ല. സർക്കാർ ഏർപ്പെടുത്തിയ കർശന വ്യവസ്ഥയും ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമല്ലാത്തതുമാണ് വ്യവസായ പാർക്ക് 7 വർഷം കഴിഞ്ഞിട്ടും വ്യവസായങ്ങൾ തുടങ്ങാൻ തടസ്സമാവുന്നത്. 2017-18 വർഷത്തെ പദ്ധതിയിലാണ് വ്യവസായ എസ്റ്റേറ്റിനായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥലം ഏറ്റെടുത്തത്. 2 ഏക്കർ 7 സെന്റ് സ്ഥലത്താണ് വ്യവസായ എസ്റ്റേറ്റ്. ചുറ്റുമതിൽ, ഗേറ്റുകൾ, വാട്ടർ ടാങ്ക്, വൈദ്യുതി എന്നിവയുടെ ചെലവടക്കം 1,74 ലക്ഷം രൂപ വ്യവസായ എസ്റ്റേറ്റിനായി ഇതിനകം ചെലവഴിച്ചിട്ടുണ്ട്. ഇതിൽ മലയോര ഹൈവേയോട് ചേർന്ന സ്ഥലത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് ഗേറ്റ് സ്ഥാപിച്ചിരുന്നു. റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇത് പൊളിച്ചുമാറ്റി ആക്രിവിലയ്ക്ക് വിറ്റ സംഭവമുണ്ടായി. വ്യവസായ പാർക്ക് നിർമ്മിച്ച് വർഷങ്ങൾ പലത് കഴിഞ്ഞെങ്കിലും 2 ഭരണസമിതികൾ ബ്ലോക്കിൽ വന്നെങ്കിലും വ്യവസായ പാർക്കിൽ ഒരു പെട്ടിക്കട പോലും ആരംഭിച്ചിട്ടില്ല. ഏതൊരു വ്യവസായത്തിനും അടിസ്ഥാനമായി ലഭിക്കേണ്ട ശുദ്ധജലം പോലും ഇവിടെ ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. 250 അടി താഴ്ചയിൽ കുഴൽ കിണർ കുഴിച്ചിട്ടും വെള്ളം ലഭിച്ചിട്ടില്ല. വ്യവസായങ്ങൾക്ക് അനുയോജ്യമായ ഭൂമി വേണമെന്നുള്ളതും ധാരാളം വെള്ളം ലഭിക്കുന്നതുമാവണമെന്ന അടിസ്ഥാന കാര്യം പോലും വ്യവസായ പാർക്കിന് സ്ഥലം വാങ്ങിയപ്പോൾ ബന്ധപ്പെട്ടവർ പരിഗണിച്ചില്ലെന്ന ആരോപണവുമുണ്ട്. വ്യവസായ കേന്ദ്രത്തിലേക്ക് വൈദ്യുതി എത്തിക്കാൻ സ്ഥാപിച്ച ട്രാൻസ്ഫോമർ കാട് പിടിച്ച നിലയിലാണ്. അതിനിടെ വ്യവസായ പാർക്കിലേക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ പരിസരത്തെ പുഴയിൽ തടയണ നിർമ്മിക്കുന്നതിനുള്ള നീക്കം ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ നിർദ്ദേശപ്രകാരം കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലെ 7 ഗ്രാമപഞ്ചായത്തുകളുടെയും മാലിന്യ സംസ്കരണ സംവിധാനമായ RRF-നുള്ള കെട്ടിടവും നിർമ്മിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വാഹന സംവിധാനമടക്കം ഒരുക്കേണ്ടതുണ്ട്. 3/4 കോടിയോളം രൂപ ചെലവഴിച്ചാണ് RRF-നുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. ബ്ലോക്കിലെ അടുത്ത ഭരണസമിതിയെങ്കിലും വ്യവസായ പാർക്കിന്റെ കാര്യത്തിൽ താൽപര്യമെടുക്കുമെന്നാണ് പൊതുജനം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്.